ചൂരൽമലയിലെ ഉരുളെടുത്ത ഭൂമിയിൽ 16 ദിവസങ്ങൾക്ക് ശേഷം മനീഷ് തിരിച്ചെത്തി. ഉരുൾപൊട്ടലിൽ തനിക്ക് നഷ്ടമാക്കിയതൊക്കെയും ഒരിക്കൽ കൂടെയെങ്കിലും കാണാനെത്തിയ അനീഷ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് മടങ്ങിയത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ അനീഷിനെയും ഭാര്യയെയും മാത്രമാണ് ബാക്കിവെച്ചത്. ഉരുൾപൊട്ടലിന് അവസാനം ചേതനയേറ്റ 2 മക്കളുടെ മൃതദേഹം അനീഷിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. 3 മക്കളിൽ ഒരാളെയും അമ്മയെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദുരന്തമേൽപ്പിച്ച പരിക്കുകളുടെ വേദനയേക്കാൾ വലുതാണ് മനസ്സിനേറ്റത്. ആ നീറ്റിൽ അടക്കിപ്പിടിച്ച അനീഷ് വീണ്ടും ചൂരൽമല കയറി. വീട് നിന്നിടത്ത് തറയുടെ ശേഷിപ്പുകൾ മാത്രമാണ് ബാക്കി. കാണാതായ മകൻ എവിടെയോ തന്നെ വിളിക്കുന്നു എന്ന തോന്നലാണ് ഇപ്പോഴും എന്ന് ഇടറുന്ന വാക്കുകളുടെ അനീഷ് പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത്. ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ കുഴങ്ങുകയാണ് അനീഷ്. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടിയുണ്ടാക്കിയ ജീപ്പ് ഇരുമ്പ് കഷ്ണമായി മാറി. ആകെയുള്ള വീടും സമ്പാദ്യവും അല്പം പോലും ബാക്കിയില്ലാതെ കുത്തിയൊലിച്ച് എത്തിയ പുഴയെടുത്തു. ഒരായുസ്സിൽ ഓർമ്മിക്കാൻ കഴിഞ്ഞ കാലത്തെ മക്കളുമൊത്തുള്ള ഓർമ്മകൾ മാത്രമാണ് അനീഷിനും ഭാര്യയ്ക്കും ബാക്കിയുള്ളത്. അത് മാത്രമെടുത്ത് അനീഷ് മലയിറങ്ങുകയാണ്.